ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 3 വ്യാഴാഴ്ച. ബുറേവി ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ ചെറിയ മാറ്റം. നിലവിൽ ബുറേവി തിരുവനന്തപുരത്തെ പൊന്മുടി വഴിയെത്തി വർക്കലയ്ക്കും ആറ്റിങ്ങലിനും ഇടയിലൂടെ അറബിക്കടലിലേക്ക് നീങ്ങുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. തെക്കൻ കേരളത്തിൽ ഇപ്പോഴുള്ള കാലാവസ്ഥ ഇന്ന് രാത്രിയോടെ മാറിയേക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് രാത്രി മുതൽ മഴയും കാറ്റും ഉണ്ടാകും. കേരള തീരങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധിക്കുന്ന കർഷകരുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ 2ാം ഘട്ട ചർച്ച വിജ്ഞാൻ ഭവനിൽ. 40 കർഷക സംഘടനാ പ്രതിനിധികൾ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. ചർച്ച ഫലപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കർഷക സംഘടനാ നേതാവ് രാകേഷ് ടിഗത്ത് പറഞ്ഞു. തങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കർഷകർ പങ്കെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളിലും കൈക്കൂലി നൽകിയിട്ടുണ്ടെന്ന് സംശയിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ലൈഫ് മിഷന്റെ മറ്റു പദ്ധതികളിലും കൈക്കൂലി നൽകിയിട്ടുണ്ടെന്ന നിഗമനത്തിൽ ED എത്തിയത്. UDF MLA-മാരായ VD സതീശനും അൻവർ സാദത്തിനുമെതിരെ അന്വേഷണത്തിന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ വിജിലൻസിന് അനുമതി നൽകിയില്ല. അന്വേഷണത്തിന് പര്യാപ്തമായ തെളിവുകൾ പരാതിക്കാർക്ക് ഹാജരാക്കാനായിട്ടില്ലെന്ന് വിലയിരുത്തിയാണ് അനുമതി അപേക്ഷ മടക്കിയത്. പോപ്പുലർ ഫ്രണ്ട് ദേശീയ നേതാക്കളുടെ വീടുകളിലും കേരളം, ബീഹാർ എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ നേതാക്കളുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നതായാണ് വിവരം. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ദേശീയ ചെയർമാൻ OMA സലാം, ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എളമരം, കരമന അഷ്റഫ് മൌലവി എന്നിവരുടെ വീടുകളിലാണ് റെയ്ഡ്. പോപ്പുലർ ഫ്രണ്ടിന്റെ കോഴിക്കോട് മീഞ്ചന്തയിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും പരിശോധന നടന്നു. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയിൽ INTUC നേതാവ് R. ചന്ദ്രശേഖരൻ, മുൻ MD KA രതീഷ് എന്നിവർക്കെതിരെ CBI ഹൈക്കോടതിയിൽ. കോർപ്പറേഷനിലെ അഴിമതിയിൽ വ്യക്തമായ തെളിവുണ്ടെന്നും ഇരുവരും JMJ ട്രേഡേഴ്സുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും CBI ഹൈക്കോടതിയെ അറിയിച്ചു. സോളാർ ലൈംഗിക പീഡന കേസിൽ രഹസ്യമൊഴി നൽകാൻ പരാതിക്കാരി കോടതിയിൽ ഹാജരായി. മുൻമന്ത്രി AP അനിൽകുമാർ തന്നെ കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് ഇവരുടെ പരാതി. കോൺഗ്രസിന് തലവേദനയായി മാറിയ കല്ലാമലയിലെ തർക്കം ഒടുവിൽ ഒത്തുതീർന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി KP ജയകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മരവിപ്പിച്ചു. ജയകുമാർ പിന്മാറുമെന്നും RMP സ്ഥാനാർത്ഥി C. സുഗതനെ UDF പിന്തുണയ്ക്കുമെന്നും മുല്ലപ്പള്ളി അറിയിച്ചു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. ഏറെക്കാലത്തെ കാത്തിരിപ്പുകൾക്കും അഭ്യൂഹങ്ങൾക്കും ശേഷം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനൊരുങ്ങി സൂപ്പർ താരം രജനീകാന്ത്. ഡിസംബർ 31 രാഷ്ട്രീയ പാർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് രജനീകാന്ത് വ്യക്തമാക്കുന്നത്. തമിഴ്നാട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും ഭരണം പിടിക്കുമെന്നും സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. മാറ്റങ്ങൾക്ക് സമയമായിരിക്കുകയാണ്. ആത്മീയ രാഷ്ട്രീയം വിജയം കാണുമെന്നുറപ്പാണെന്നും രജനീകാന്ത്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ പത്മവിഭൂഷൺ പുരസ്കാരം തിരിച്ചു നൽകും. കേന്ദ്ര സർക്കാരിന്റെ കർഷകരോടുള്ള വഞ്ചനയിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്ന് പ്രകാശ് സിംഗ് ബാദൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പാർട്ടിയായ ശിരോമണി അകാലിദൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ കർഷക നിയമത്തിൽ പ്രതിഷേധിച്ച് നേരത്തെ NDA മുന്നണി വിട്ടിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ മസാല ബ്രാൻഡായ MDH മസാല കമ്പനി ഉടമ ധരംപാൽ ഗുലാട്ടി അന്തരിച്ചു. 98 വയസ്സായിരുന്നു. 5ാം ക്ലാസ്സിൽ തോറ്റ് പഠനം അവസാനിപ്പിച്ചിട്ടും മസാല വിപണിയിലെ ഒന്നാമനായി തീർന്ന ഗുലാട്ടിക്ക് 2019 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരുന്നു. 2024 അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്താമെന്ന പ്രതീക്ഷ പങ്കുവച്ച് ഡൊണാൾഡ് ട്രംപ്.
ഗംഭീരമായ 4 വർഷമാണ് കടന്നുപോയതെന്നും 4 കൊല്ലം കൂടി ജനങ്ങൾക്ക് വേണ്ടി നേടാനുള്ള ശ്രമത്തിലാണെന്നും അത് സാധ്യമായില്ലെങ്കിൽ 4 കൊല്ലത്തിനു ശേഷം വീണ്ടും കാണാമെന്നും ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് പരിപാടിക്കിടെ ട്രംപ് പറഞ്ഞു. അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയ്ക്ക് കളിക്കളത്തിൽ ആദരവർപ്പിച്ച ബാഴ്സലോണ താരം ലയണൽ മെസ്സിക്ക് പിഴശിക്ഷ. ലാലിഗയിൽ ഒസാസൂനയ്ക്കെതിരായ മത്സരത്തിൽ ഗോളടിച്ച ശേഷം മെസ്സി തന്റെ ബാഴ്സ ജേഴ്സി അഴിച്ചുമാറ്റി ഉള്ളിൽ ധരിച്ചിരുന്ന അർജന്റീന ക്ലബ് ന്യൂവേഴ്സ് ഓൾഡ് ബോയ്സിലെ മറഡോണയുടെ 10ാം നമ്പർ ജേഴ്സി പ്രദർശിപ്പിച്ച് ഇതിഹാസ താരത്തിന് ആദരവർപ്പിച്ചിരുന്നു. നടപടിയെടുത്ത സ്പാനിഷ് സോക്കർ ഫെഡറേഷനെതിരെ വിവിധ കോണുകളിൽ നിന്നും കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ഇതിഹാസ ഫുട്ബോൾ താരം ഡീഗോ മറഡോണയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചികിത്സാ സംഘത്തിലുണ്ടായിരുന്ന സൈക്യാട്രിസ്റ്റിന്റെ വീട്ടിലും ഓഫീസിലും പോലീസ് പരിശോധന നടത്തി. അർജന്റീന താരത്തിന്റെ അവസാന നാളുകളിൽ ചികിത്സാ പിഴവുകളുണ്ടായിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. ഏകദിന ക്രിക്കറ്റിൽ 12,000 റൺസ് തികച്ച ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയെ പ്രശംസ കൊണ്ട് മൂടി ഇതിഹാസ ക്രിക്കറ്റർ സുനിൽ ഗവാസ്കർ. സ്ഥിരതയും അർദ്ധസെഞ്ചുറികൾ ശതകങ്ങളാക്കി മാറ്റുന്നതിലെ മികവും കോഹ്ലിയെ പ്രതിഭാസത്തിന് അപ്പുറമാക്കുന്നു എന്നാണ് മുൻ നായകന്റെ പ്രശംസ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.